നമ്മളെ സുക്കർക്കാക്കാനെ സമ്മതിക്കണം കേട്ടോ. എന്തൊക്കെ ഫീച്ചറുകളാ, എന്തൊക്കെ അപ്ഡേറ്റുകളാ ചങ്ങായി നമുക്ക് കൊണ്ടുത്തരുന്നത്. ഇപ്പൊ തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും ആഗ്രഹിച്ച ഒരു ഫീച്ചറാണ് വാട്സപ്പിൽ വന്നത്. അടിപൊളി ഫീച്ചർ. എന്താ സംഭവം? ഈ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒരു ഗ്രൂപ്പെങ്കിലും ഉണ്ടാവും. ഒരു 45 ഗ്രൂപ്പാറ്റേണ്ട എൻ്റെ കയ്യിൽ. അതുപോലെ ഒരുപാട് ഗ്രൂപ്പുകളിലെ ആൾക്കാരുണ്ടാവും. അധികം ആൾക്കാരും ഒരു ഗ്രൂപ്പിൻ്റെങ്കിലും അഡ്മിനും ആയിരിക്കും. ശരിയല്ലേ? ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാർക്ക് പവർ കൊടുക്കുന്ന ഒരു അപ്ഡേറ്റാണ് വന്നത്. ഉദാഹരണത്തിന് ഇപ്പം 100 ആളുള്ള ഒരു ഗ്രൂപ്പിൽ ഏതെങ്കിലും കോനസ്റ്റ് പിടിച്ചോന് അല്ലെങ്കിൽ ഒരു തല തിരിഞ്ഞോൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റിന്റെ പേരിൽ പല കച്ചറയും നടക്കും ഗ്രൂപ്പിൽ. വെറും കച്ചറയ്ക്കും. ഇപ്പോൾ ഒരാളിടുന്ന പോസ്റ്റ് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ വന്ന് എന്തെങ്കിലും പറയും, അതിന് ബദൽ പറയാൻ വേറൊരുത്തേ ഉണ്ടാവും, ഇത് രണ്ടിനും കൊക്ക പറയാൻ വേറെ രണ്ടാളുണ്ടാവും. ഇങ്ങനെ കച്ചറയോട് കച്ചറയ്ക്കും ചില സമയത്ത് ഗ്രൂപ്പിൽ. ഈ കച്ചറ, ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് മെമ്പർമാരിടുന്ന മെസ്സേജ്. മെമ്പർമാരിടുന്ന ഏത് പോസ്റ്റ് ആയാലും അത് അഡ്മിന് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ആർക്കെങ്കിലും ഒരു മെസ്സേജ് വിട്ടാൽ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജ് കിട്ടിയ ആളെ ഫോണൊന്നും കൂടി ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറല്ലേ. അതേപോലെ ഗ്രൂപ്പിൽ വിട്ട മെസ്സേജ് വിട്ടാക്ക് മാത്രമല്ല ആ ഗ്രൂപ്പിന്റെ അഡ്മിന് കൂടി അത് ഡിലീറ്റ് ചെയ്യാം. സംഭവം പൊളിച്ചില്ലേ? നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് ഡെമോ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പ്, ഇതെൻ്റെ ഫാമിലി ഗ്രൂപ്പ്, ആ കാലാട്ടുകുന്നല്ല. ഇതിപ്പോൾ എൻ്റെ ഏട്ടൻ ഇട്ടൊരു പോസ്റ്റാണ്. എൻ്റെ ഏട്ടൻ ഇസ്മായിൽ ഇട്ട ഒരു പോസ്റ്റ്, ഇന്നലെ ഇട്ട പോസ്റ്റ്. ഈ പോസ്റ്റ് ഞാൻ വേറൊരു ഫോൺ എടുക്കാം. ഈ ഫോണിലും ആ ഗ്രൂപ്പ് ഉണ്ട്. ആ പോസ്റ്റ് ഇവിടെ വന്നിക്ക് ഇസ്മായിൽ ഇട്ട അതേ പോസ്റ്റ്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഡൗൺലോഡ് ചെയ്താലും ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിലും എങ്ങനെയാണ് സംഭവിക്കുക? ഞാനിപ്പോൾ ഇതൊന്ന് ഡിലീറ്റ് കൊടുക്കുക. അത് ലോങ് പ്രസ് ചെയ്ത് മേലെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതിവിടെ കണ്ടോ, ഡിലീറ്റ് ഫോർ എവരി വൺ, ഡിലീറ്റ് ഫോർ മീ, ക്യാൻസൽ, ഇങ്ങനെ 3 ഓപ്ഷൻ. ആദ്യം നമുക്ക് ഡിലീറ്റ് ഫോർ മീ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഓപ്ഷൻ കൂടി വന്നിക്ക്. ഇനി ഇതൊന്ന് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തു നോക്കുക. ഇവിടെ ഒരു പോപ്പപ്പ് വരും, ഡിലീറ്റ് ഫോർ എവരി വൺ എന്നുള്ള ഒരു മെസ്സേജ്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഡിലീറ്റ് ആയി. ഇവിടെ ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കിയതിൽ വന്ന മെസ്സേജ് കണ്ടോ, യു ഡിലേറ്റഡ് ഫോർ ദിസ് മെസ്സേജ് ആസ് അഡ്മിൻ. ഇനി ഈ ഫോണിൽ വന്ന മെസ്സേജ് നോക്ക്, ദിസ് മെസ്സേജ് വാസ് ഡിലേറ്റഡ് ബൈ അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് വന്നിക്ക്. ഏത് അഡ്മിനാണോ ഡിലീറ്റ് ചെയ്ത് ആ അഡ്മിന്റെ പേര് കാണിച്ചുകൊണ്ടാണ് മെസ്സേജ് പോവുക. അത് കുഴപ്പമില്ല. ആര് ഡിലീറ്റ് ചെയ്താലും ആ കച്ചറുള്ള പോസ്റ്റ് ആരും കാണാണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനാകുന്ന ഒരു ഓപ്ഷൻ അല്ലേ, അടിപൊളിയല്ലേ? എന്തായാലും ഈ അടുത്ത കാലത്ത് വാട്സപ്പിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിക്ക്, നല്ല ഫീച്ചറുകൾ വന്നിക്ക്. ഇതിലൊക്കെ എനിക്ക് ഏറ്റവും ഉപകാരമുള്ളതെന്ന് തോന്നിയ ഒരു അപ്ഡേറ്റാണ് ഇത്. സംഭവം കിടുക്കി. ഈ അപ്ഡേറ്റ് ഇപ്പോൾ കൊടുത്തത് ബീറ്റ വെർഷനിലാണ്. നിങ്ങളെ വാട്സപ്പ് ബീറ്റ വെർഷനാണ് ഉപയോഗിക്കുന്നുണ്ട്, അത് പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നോർമൽ വെർഷൻ ആവുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്തോ, അധികം വൈകാതെ തന്നെ നിങ്ങളെ ഫോണിലേക്കും ഈ ഫീച്ചർ വന്നോളൂ. ഇനി നിങ്ങൾക്ക് ബീറ്റ വെർഷനിലേക്ക് മാറണമെങ്കിൽ പ്ലേ സ്റ്റോർ പോവുക, വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ കുറച്ച് താഴെ ഭാഗത്ത് ജോയിൻ ബീറ്റ പ്രോഗ്രാം എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബീറ്റ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഫീച്ചറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരം തോന്നിക്കിട്ട് ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ലൈക്കും കൊടുത്തേക്ക്, ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.